ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ അദ്ദേഹം മുൻകൈ എടുത്തുള്ള ഒരു ഉത്തരവ് ഇന്ന് കാണാനിടയായി. അതിനകത്ത് സന്തോഷം തോന്നി ആ ഉത്തരവിൽ. അപ്പോൾ നമുക്ക് ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോഴേ ഒരുപാട് ആളുകൾ സ്വമേധയാ സഹായിക്കാനായിട്ട് വരും. നമ്മുടെ തന്നെ കേരളത്തിൻ്റെ സേന എന്ന് വാഴ്ത്തപ്പെട്ട ഒരു വിഭാഗമുണ്ട്. അവർക്കൊന്നുമില്ല യഥാർത്ഥത്തിൽ. അവരുടെ കാര്യങ്ങളൊന്നും ആരും ഒന്നും ചെയ്തു കൊടുക്കുന്നൊന്നുമില്ല. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. അവരിങ്ങനെയുള്ള സമയത്ത്, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടല്ലോ, അവർ ലോറിക്കകത്ത് വലിയ വള്ളങ്ങളും കയറ്റി അവർ ഇങ്ങ് വരും. വന്നിട്ട് അവരങ്ങ് ഇറങ്ങുകയാണ്. കൈമയും മറന്ന് അവർ ഈ വെള്ളത്തിനകത്തോട്ട്, അവർക്കിത് പ്രശ്നമല്ലല്ലോ, ഈ വള്ളത്തിലിറങ്ങി ഒരുപാട് പേരെ അതിനകത്ത് കയറ്റി അവർ രക്ഷപ്പെടുത്തും എല്ലായിടവും. ഇപ്പോൾ ഈ ആറന്മുളയും ഒക്കെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഈ കോട്ടയം ജില്ലയിൽ പല ഭാഗത്തും ഇവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇവരെ വളരെ അത്യാഘോഷപൂർവമാണ് എല്ലാവരും വരവേൽക്കുന്നത്. കാരണം ഇവരൊന്നും പൈസ വാങ്ങിച്ചുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല ഇതിന്. അവർക്ക് കഴിയാൻ പോലും ഇല്ല, പട്ടിണിയാണ് ഈ പാവങ്ങൾ. പക്ഷേ അവരെപ്പോലെ മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. ആ ഒരു ഗ്രൂപ്പ് അവരിറങ്ങും. ഞാനതിൽ ഒരുപാട് പേർക്ക് അവാർഡ് കൊടുക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. വലിയ സന്തോഷം എനിക്കുണ്ടായി അതിൽ. അപ്പോൾ അവർ അങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾ പെരുമാറുന്നത്. അവർ വരും, അവരിങ്ങ് വന്ന് ഇറങ്ങുകയാണ്. അവർ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സൈന്യം, നമ്മുടെ മിലിറ്ററിയൊക്കെ ഇറങ്ങുന്നതിനുമൊക്കെ എത്രയോ അപ്പുറത്താണെന്നറിയാം. അവർ മൂലമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. അങ്ങനെ നടക്കും. പിന്നെ പല ആളുകളും പല വാഹനങ്ങളും വിട്ടുകൊടുക്കും. അപ്പോൾ ഈ ഓഫ് റോഡ് വെഹിക്കിൾസ് ഉണ്ടല്ലോ, അതിപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ വന്നാലും അവരെ ഈ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ ഓഫ് റോഡ് പോലെ ഓടുന്ന വെഹിക്കിൾസ് വേണം. ഓഫ് റോഡ് വെഹിക്കിൾസ് എന്നൊക്കെ പറഞ്ഞ ജീപ്പ്, അതൊക്കെ ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒക്കെ പലപ്പോഴും വരാറുണ്ട് ജീപ്പിനൊക്കെ. അങ്ങനെ ഈ മെഴുവേലിക്കാരൻ ഒരു സഹോദരൻ, അയാൾ ഈ ഓഫ് റോഡ് ഓടിക്കുന്ന അയാളുടെ ഒരു ജീപ്പുണ്ട്. അതിന് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അത് നിയമപരമായെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല മോഡിഫിക്കേഷൻ. അതിന് മുകളിൽ ഒരു 4 ലൈറ്റ് ഉണ്ട്. അതേ ഉള്ളൂ പ്രശ്നം. ആ ലൈറ്റം കഴിച്ച് മാറ്റിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അയാൾ ഈ വാഹനമുണ്ടല്ലോ കൊണ്ടുവന്ന് ഇതേപോലുള്ള കാര്യത്തിനായിട്ട് അയാൾ കൊണ്ടുവന്ന് കൊടുത്തു. ഇവിടെ ഈ ആറന്മുള ഈ വെള്ളം കയറിയ സ്ഥലത്ത് ഈ ഓഫ് റോഡ് വെഹിക്കിളാണ്. അപ്പം നോക്കിയപ്പോൾ നമ്മുടെ ഒരു യജമാന് MVD ആണ്, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലെ MVDക്ക് ഒരു തോന്നി. അയാൾ എന്തോന്നറിയോ, ഇത് നിയമവിരുദ്ധമായി ഇതിൻ്റെ ആണ് ഇത് ചെയ്തേക്കുന്നത് എന്നും പറഞ്ഞ് ഞാൻ 5000 രൂപ അങ്ങ് അടിച്ചു കൊടുത്തു പെറ്റി. ഇത് യഥാർത്ഥത്തിൽ അബിൻ വർക്കി അവിടുത്തെ MLA ഉണ്ട്. അതുപോലെ തന്നെ മേജോ എന്ന് പറയുന്ന അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഇവർ അബിൻ വർക്കി പറഞ്ഞതനുസരിച്ച് മേജോ കൊണ്ട് നീ 5000 രൂപ ഫൈനങ്ങ് അടച്ചു. പക്ഷേ ഈ വിവരം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ സമയത്ത് തന്നെ ഈ തോന്നിവാസം കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇങ്ങനൊരു അവസ്ഥയിൽ ഒരാൾ വാഹനം വിട്ടുകൊടുത്തതാണ്. ആ വാഹനത്തിൻ്റെ മൂല തിരിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അകത്ത് മറ്റിടത്ത് അവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്തേക്കുന്നു, ഇവിടെ അതിനകത്ത് പെയിൻ്റ് അടിച്ചേക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് ഈ സമയമാണോ പെറ്റി അടിക്കേണ്ട കാര്യം? റോഡിൽ ഇത് വെറുതെ ഉപയോഗിച്ചു ഇരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പിടിച്ചാൽ ഇത് പറയാം. ഇതിങ്ങനൊരു അവസരത്തിൽ കൊടുക്കാൻ പോകുമ്പോൾ ഇത് ആ ജനപ്രതിനിധികളടുത്തൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇതിനു വേണ്ടി കൊണ്ടുവന്നതാണോ? ആണെങ്കിൽ അതങ്ങ് വിടണം ആ സമയത്ത്. അല്ല, അതിനൊരു ലൈറ്റ് അങ്ങോട്ട് ഫിറ്റ് ചെയ്തു. ഈ വെള്ളപ്പൊക്ക കാലത്ത് ഇതിനകത്ത് 4 ലൈറ്റ് ഉണ്ടായിപ്പോയാൽ എന്താ കുഴപ്പം? നല്ല കാര്യമാണ് യഥാർത്ഥത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തത്. കാരണം വകതിരിവെന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ? അവർ ജോലി ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ റോഡിലൊക്കെ ചിലപ്പം നമുക്ക് അനിയന്ത്രിതമായിട്ടുള്ള ശബ്ദം, രാത്രി എനിക്കാണെങ്കിൽ കിടന്നുറങ്ങാൻ പോലും ഒക്കത്തില്ല. എൻ്റെ ബെഡ്റൂം മുകളിലാണ്, അതിന് റോഡിൻ്റെ വശത്തായിട്ട് മാറിയാണ്. അതിൽ നിന്നൊരു 500 അടി എങ്ങനെ കാണുള്ളൂ, അത്രയും ദൂരമാണ് റോഡുള്ളത്. ആ റോഡിൽ, മെയിൻ റോഡ്, അവിടെ ചിലവന്മാർ മോട്ടോർ സൈക്കിളിനകത്തൊക്കെ ഈ മാനിപ്പുലേഷൻസൊക്കെ നടത്തി ഇതുപോലുള്ള തോന്നിവാസമൊക്കെ കാണിച്ചിട്ട് ആ ശബ്ദം ഉണ്ടല്ലോ, സഹിക്കാൻ വയ്യാത്ത ശബ്ദമാണ്. രാത്രി 12:30
1 മണി 1:30 2 മണിക്കൊക്കെയാണ് യവന്മാരുടെ സർക്കസ് റോഡിലൂടെ. അങ്ങനെയുള്ളവന്മാരെയൊക്കെ പിടിക്കണം, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ വെള്ളപ്പൊക്കത്തിന് വന്നപ്പോൾ ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ഇവിടെ പോകണമെങ്കിൽ അതേ മാർഗമുള്ളൂ, അങ്ങനെയുള്ളത് കൊടുക്കാൻ വരുമ്പോൾ അതിനെ കയറി പിടിച്ചിട്ട് അതിന് ഫൈൻ അടിക്കുക എന്ന് പറഞ്ഞത് ഇത്രയും നീതി നടത്തേണ്ട കാര്യമുണ്ടോ? അത് വല്ലാത്ത ഒരു നിയമ നടത്തിപ്പായിപ്പോയില്ലേ? അതിന് അയാൾക്ക് സസ്പെൻഷൻ കിട്ടിയത് എനിക്ക് സന്തോഷമേ ഉള്ളൂ, വേണ്ടതാണ്. എന്നാൽ ഇവർ ചെയ്യേണ്ട കാര്യം ഇത് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തോളൂ. ഇപ്പോൾ ആംബുലൻസ് തോന്നിവാസം പോലെ ആംബുലൻസ് ഒരേ ആവശ്യമില്ലാതെ രോഗിയൊന്നുമില്ലാതെ ലൈറ്റും ഇട്ട് പാഞ്ഞു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം ഞങ്ങൾ വന്നപ്പോൾ ഏതാണ്ട് ഈ ആംബുലൻസ് ഇങ്ങനെ പോന്നു, അതിൻ്റെ പുറകെ കുറച്ച് ദൂരം മാറിയാണ് ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഒരു സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ എന്തെന്നറിയാം, അവന്മാർ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് നിന്ന് സിഗരറ്റ് വലിക്കുന്നു. കാരണം അധികം ആരും ഇല്ല. അങ്ങനെയാണ്. അങ്ങനെ ചെയ്യുന്നവന്മാരെ അത് പിടിക്കണം, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആംബുലൻസിനകത്ത് ആളുകളെ കയറ്റി ചുമ്മാ കൊണ്ടുപോവുക, ലൈറ്റും ഒക്കെ ഇട്ടുകൊണ്ട് ആശുപത്രി സ്റ്റാഫിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പിടിച്ചോളൂ. അത് നിയമവിരുദ്ധമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ ചെയ്യണം. ഇതുപോലെ മോട്ടോർ ബൈക്ക് അതിന് അത് തോന്നിവാസമായിട്ട് അതിന് ഭേദം വരുത്തിയിട്ട് അതിനകത്ത് ഇതുപോലെ ചെയ്യുക. പിന്നെ കാതടപ്പിക്കുന്ന ശബ്ദത്തിലൂടെ കൊണ്ടുവന്ന് പാട്ടും വെച്ചുകൊണ്ട് പോകുന്ന ബസ്സുകൾ ചിലതുണ്ട്. അതിനെല്ലാം നടപടിയെടുക്കാം, ഒരു കുഴപ്പമില്ല, അതൊക്കെ ചെയ്യണം. പിന്നെ ലൈറ്റ് തോന്നിവാസം പോലെ ഇതുപോലൊക്കെ അങ്ങ് ഫിറ്റ് ചെയ്തിട്ട് ആളുകൾക്കെതിരെ വരുന്നവർക്ക് കണ്ണ് കാണാൻ വയ്യാത്ത വിധത്തിൽ ഉള്ള ലൈറ്റും ഫിറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്, അതുമൊക്കെ പിടിക്കാം, ഒന്നും വേണ്ട. പക്ഷേ ഈ ഓഫ് റോഡ് വെഹിക്കിൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനൊരു കാര്യത്തിന് കൊടുക്കാൻ നേരത്ത് പിടിക്കാൻ പോവുക എന്ന് പറയുന്നത് തോന്നിവാസമാണ്. നന്നായിപ്പോയി ഈ സസ്പെൻഷൻ, നന്നായെന്നേ പറയാൻ ഒക്കുള്ളൂ ഈ സസ്പെൻഷൻ. അല്ലാതെ അതിന് ഒരു കാരണവശാലും അതിന് എതിർക്കാൻ എനിക്ക് തോന്നുന്നില്ല. നിയമം വേണ്ടതാണ്, നടപ്പാക്കേണ്ടതാണ്, എല്ലാം ശരിയാണ്. പക്ഷെ നിയമം നടപ്പാക്കുമ്പോൾ ഉണ്ടല്ലോ നീതിയും കൂടെ നോക്കണം. അതാണ് ഒരു നിയമത്തിൽ എഴുതി വച്ചേക്കുന്ന കാര്യം ബ്ലൈൻഡായിട്ട് അങ്ങ് നടപ്പാക്കല്ല നമ്മൾ ചെയ്യുന്നത്. ആ നിയമം നടപ്പാക്കുമ്പോൾ നീതി നടന്നോ ഇല്ലയോ എന്നും കൂടെ നോക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ നിയമം നടപ്പാക്കും എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പാടില്ല, ശരിയാണ്, ചെയ്തത് തെറ്റാണ്. അതായത് അങ്ങ് അഴിച്ചു മാറ്റാൻ പറഞ്ഞാൽ പോരെ, കാര്യം തീർന്നല്ലോ. അതിന് 5000 രൂപയുടെ ഫൈനും കൂടെ അടയ്ക്കുക. ഇയാൾ കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന് കൊടുക്കാൻ, ഇയാൾ ഇത് വെളിയിൽ കാണിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ കാര്യം എന്താ? ഇതിങ്ങനെ ആളുകളെ കയറ്റി അവിടുന്ന് രക്ഷപ്പെടുത്തിക്കോട്ടെ, ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതിനൊക്കെ വേണമെങ്കിൽ ഓഫ് റോഡ് വെഹിക്കിൾ വേണം, എന്നാലേ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് ആ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളത് നിയമം നടപ്പാക്കുമ്പോൾ അത് നീതിയാണോ? അല്ല. ഈ നിയമം അങ്ങനെ നടപ്പാക്കാനുള്ളതല്ല. ഇത് നീതിപൂർവം വേണം നടപ്പാക്കാൻ. ജസ്റ്റിസ് അക്കോർഡിംഗ് ടു ലോ എന്നാണ്, നിയമപരമായിട്ടുള്ള നീതി, അതാ വേണ്ടത്. അത് ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ആളുകൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, ഉദ്യോഗസ്ഥർ. ഏതായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഒന്ന് കണ്ണ് തുറപ്പിക്കാനിടയാകട്ടെ എന്ന് കരുതുന്നു.